വെൽക്കം ടു വിസാർഡ് ഓഫ് പൊളിറ്റിക്സ്. രാഷ്ട്രതന്ത്രത്തിൻ്റെ പാഠഭാഗങ്ങൾ ചർച്ച ചെയ്യുന്ന വിസാർഡ് ഓഫ് പൊളിറ്റിക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ +2 പൊളിറ്റിക്കൽ സയൻസിലെ 6-ാം അധ്യായം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ, ജനാധിപത്യക്രമത്തിൻ്റെ പ്രതിസന്ധി എന്ന ഈ 6-ാം അധ്യായമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. പരീക്ഷകൾക്ക് തുടർച്ചയായിട്ട് വലിയ മാർക്കിന് ചോദിക്കുന്ന ഒരു അധ്യായമാണിത്. അതുകൊണ്ട് കുട്ടികൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു പാഠഭാഗമാണ് 6-ാം അധ്യായം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ജനാധിപത്യക്രമത്തിൻ്റെ പ്രതിസന്ധി മീൻസ് എമർജൻസിയാണ്. 1975 ഇന്ത്യയിൽ പ്രഖ്യാപിച്ച രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് ഈ അധ്യായത്തിനകത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ എന്തൊക്കെയായിരുന്നു, അതായത് കോസസ് ഓഫ് ദ ഡിക്ലറേഷൻ ഓഫ് എമർജൻസി, അതുപോലെ തന്നെ ഇവാലുവേറ്റ് ദ കോൺസിക്വൻസസ് ഓഫ് എമർജൻസിയുടെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു, അതുപോലെ ഡൈവർജൻ്റ് ഒപ്പീനിയൻസ് റിലേറ്റിംഗ് ടു എമർജൻസിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യത്യസ്ത അഭിപ്രായങ്ങൾ എന്തൊക്കെയായിരുന്നു, എമർജൻസിയിൽ നിന്നും ഉൾക്കൊണ്ട പാഠം ലെസൺസ് ഓഫ് എമർജൻസി, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ഇതിൽ നമ്മൾ ഫസ്റ്റ് ചർച്ച ചെയ്യുന്നത് അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. ഇതിങ്ങനെ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിസ്ക്രൈബ് ദ വാരിയസ് ഇൻസിഡൻറ്റ്സ് ദാറ്റ് ലെഡ് ടു ദ ഡിക്ലറേഷൻ ഓഫ് എമർജൻസി. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ഇതിന് അടിയന്തരാവസ്ഥയുടെ കാരണങ്ങൾ എന്താണ് എന്നുള്ള രീതിയിലും ചോദിക്കാറുണ്ട്. ഇതാണ് നമ്മൾ ഈ അധ്യായത്തിൽ ഈ എപ്പിസോഡിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ്, അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് നയിച്ച കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് അടിയന്തരാവസ്ഥ എന്നുള്ളത് വളരെ ചുരുക്കി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അടിയന്തരാവസ്ഥ എന്ന് ഉദ്ദേശിക്കുന്നത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ അവസരത്തെയാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. During the time of emergency, government has right to suspend the fundamental rights which are guaranteed by the Constitution of India. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് നൽകിയിരിക്കുന്ന മൗലിക അവകാശങ്ങളെ നിഷേധിക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ അധികാരത്തെയാണ് അടിയന്തരാവസ്ഥ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന അടിയന്തരാവസ്ഥയെക്കുറിച്ച് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352, 356, 360 3 രീതിയിലുള്ള അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഭരണഘടനയിൽ. എല്ലാവരും ഇത് കൃത്യമായിട്ട് വർക്ക് ബുക്കിലേക്ക് എഴുതി വെക്കേണ്ട ഒരു കാര്യമാണ്. 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥ. ഒന്ന് നാഷണൽ എമർജൻസിയാണ്. രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് അപകടാവസ്ഥയിലാകുന്ന സമയത്ത് രാഷ്ട്രത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി ഭരണകൂടത്തിന് രാഷ്ട്രത്തിൻ്റെ ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കാമെന്നാണ് ഭരണഘടന. ഈ ആശയമാണ് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത്. 2 തരത്തിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. ആർട്ടിക്കിൾ 352 പ്രകാരമാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. 2 തരത്തിൽ. ഒന്ന്, ബാഹ്യ ആക്രമണം ഉണ്ടാകുമ്പോൾ, രാജ്യം വിദേശ ആക്രമണം നേരിടുമ്പോൾ രാജ്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം എന്നാണ്. രണ്ടാമത്തത്, രാജ്യം ഗുരുതരമായിട്ടുള്ള ആഭ്യന്തര തർക്കങ്ങൾ നേരിടുമ്പോൾ, ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസസ് എന്നായിരുന്നു ആദ്യം ഭരണഘടന ഉപയോഗിച്ചിരുന്ന വാക്ക്. പിന്നീട് അത് തിരുത്തുകയുണ്ടായി. ആഭ്യന്തര കലാപങ്ങൾ നേരിടുമ്പോൾ, സായുധ കലാപങ്ങൾ നേരിടുമ്പോൾ എന്നാക്കിയിട്ടുണ്ട്. ഇങ്ങനെ 2 കാരണങ്ങൾ കൊണ്ടാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയുക. രണ്ടാമത് സ്റ്റേറ്റ് എമർജൻസിയാണ്. ആർട്ടിക്കിൾ 356. ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെൻറ് ഭരണഘടന പ്രകാരം പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് കേന്ദ്രത്തിന് തോന്നിയാൽ, കേന്ദ്ര ഗവൺമെൻറ്റിന് ബോധ്യപ്പെട്ടാൽ, ആ സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ട് അവിടെ കേന്ദ്രത്തിൻ്റെ ഭരണം കൊണ്ടുവരാനുള്ള അധികാരമാണ് സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയുന്നത്. ഇത് പലതവണ ഇന്ത്യയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭരണഘടനാ വകുപ്പ് ആദ്യം ഉപയോഗപ്പെടുത്തുകയോ അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളത് 1959 കേരളത്തിൽ 57 കേരളത്തിൽ വന്ന EMS ഗവൺമെൻറ്റിനെ 1959 വിമോചന സമരത്തിൻ്റെ പേരിൽ പിരിച്ചുവിട്ടത് ഈ ആർട്ടിക്കിൾ പ്രകാരമാണ്. ഈ ആർട്ടിക്കിൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടത് ഇന്ദിരാഗാന്ധിയാണ് എന്ന് പറയപ്പെടുന്നു. അടുത്ത കാലത്ത് BJP ഗവൺമെൻറ്
ഈ ആർട്ടിക്കിൾ ഏറ്റവും വിദഗ്ധമായിട്ട് അവർക്ക് താല്പര്യമില്ലാത്ത ഗവൺമെൻറ്റുകൾക്ക് മുകളിൽ വിദഗ്ധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസിയാണ്, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇതുവരെ ഇന്ത്യയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ 3 തവണ. ഒന്ന് 1965 പാകിസ്ഥാനുമായിട്ട് നടന്ന യുദ്ധസമയത്ത്, രണ്ടാമത്തേത് 1971 ബംഗ്ലാദേശ് യുദ്ധസമയത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ദേശീയ അടിയന്തരാവസ്ഥ. ഇത് രണ്ടും ബാഹ്യാക്രമണങ്ങൾ കാരണമാണ്. മൂന്നാമത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാണ് നമുക്ക് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കിനി അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പഠിക്കാം. വേരിയസ് ഇൻസിഡൻറ്റ്സ് ദാറ്റ് ലെഡ് ടു ദ ഡിക്ലറേഷൻ ഓഫ് എമർജൻസി ഇൻ ഇന്ത്യ. ഇതിന് പ്രധാനമായിട്ടും ചില ഹെഡിങ്ങുകളിലൂടെ നമ്മൾ സൂചിപ്പിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക കാരണമാണ്, അല്ലെങ്കിൽ സാമ്പത്തിക പശ്ചാത്തലമാണ്. എന്തൊക്കെയാണ് സാമ്പത്തിക കാരണത്തിനടിയിൽ വരുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയ 1971 വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിന് ദാരിദ്ര്യം തുടച്ചു നീക്കാനോ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക കാരണത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാരിദ്ര്യം തുടച്ചു നീക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ഇന്ദിരാഗാന്ധിക്ക് ദാരിദ്ര്യം തുടച്ചു നീക്കാനായില്ല എന്ന് മാത്രമല്ല, സാമ്പത്തിക സ്ഥിതി മുൻ വർഷത്തെ അപേക്ഷിച്ച് പിറകോട്ട് പോവുകയാണ് ഉണ്ടായത്. ഇത് ജനങ്ങളുടെ പ്രതീക്ഷകൾ തകർക്കുകയും ജനങ്ങൾ സാവധാനം ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് മാറുന്നതിനും കാരണമായി എന്നുള്ളതാണ്. മറ്റൊന്ന്, ബംഗ്ലാദേശ് പ്രശ്നത്തിൽ ഇന്ത്യ ഇടപെട്ടത് 1971 ബംഗ്ലാദേശ് യുദ്ധം എന്ന് പറയുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1970 നടന്ന യുദ്ധത്തിൽ, 70-71 സമയത്ത് നടന്ന യുദ്ധത്തിൽ ഇന്ത്യ പങ്കെടുത്തതാണ് ഇന്ത്യക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കി. ഇത് ഇന്ത്യയുടെ കരുതൽ ധാന്യശേഖരണം പോലും ശൂന്യമാക്കുന്നതിന് ഇത് കാരണമായി. യുദ്ധത്തിൽ 80 ലക്ഷത്തോളം അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് വരികയും അവർക്ക് ഭക്ഷണം നൽകാൻ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറെടുത്തപ്പോൾ ഇന്ത്യയുടെ കരുതൽ ധാന്യശേഖരം പോലും ശൂന്യമായി എന്നാണ് പറയുന്നത്. പിന്നീട് വിലക്കയറ്റം, നാണയപ്പെരുപ്പം, ഭക്ഷ്യക്ഷാമം എന്നിവയൊക്കെ ഈ യുദ്ധാനന്തരം രൂക്ഷമായി. അന്തർദേശീയ വിപണിയിൽ വിലക്കയറ്റം ഉണ്ടായി. എണ്ണ വില വർദ്ധിച്ചതിനെ തുടർന്ന് രാജ്യത്തിനകത്ത് സാധനങ്ങളുടെ വില 10 മടങ്ങ് വർദ്ധിച്ചു. 1974 30%, തൊട്ടു മുമ്പുള്ള 73 23% സാധനങ്ങളുടെ വില രാജ്യത്തിനകത്ത് വർദ്ധിച്ചു. ഇത് സാമ്പത്തിക രംഗത്തെ വളരെ മോശമാക്കി എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഭക്ഷ്യലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു. രാജ്യത്തിൻ്റെ വ്യാവസായിക വളർച്ച കുത്തനെ കുറഞ്ഞു. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ രാജ്യത്തിനകത്ത് രൂക്ഷമായി. ഈ പ്രതിസന്ധികളെയൊക്കെ മറികടക്കാൻ വേണ്ടി ഗവൺമെൻറ് ചെയ്തൊരു നടപടി എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരുടെ, ജീവനക്കാരുടെ വേതനം കുറക്കുകയും അവരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറക്കുകയാണ് ചെയ്തത്. ഇതോടുകൂടി ഈ രാജ്യത്തിനകത്തെ ജീവനക്കാരും ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിന് എതിരായിട്ട് മാറി. അതുപോലെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 1972-73 വർഷക്കാലത്ത് മൺസൂൺ മഴയിൽ ലഭ്യത കുറവായിരുന്നു. ഇത് കാർഷികോൽപാദനം, കൃഷി എപ്പോഴും മൺസൂണിനെ ബേസ് ചെയ്തിട്ടാണ്, കാലാവസ്ഥയെ ബേസ് ചെയ്തിട്ടാണ്. കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള വ്യതിയാനം സാമ്പത്തിക സ്ഥിതി മോശമാക്കുന്നതിന് കാരണമായി. ഇത് ഭക്ഷ്യധാന്യ ഉൽപാദനം 8% കണ്ട് മുൻ വർഷത്തേക്കാൾ കുറഞ്ഞു എന്നാണ്. കാർഷിക മേഖലയിലെ തകർച്ച പൊതുവായ സാമ്പത്തിക തകർച്ചയ്ക്ക് ആക്കം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്ത്, സാമ്പത്തിക പശ്ചാത്തലത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം 1974 റെയിൽവേ പണിമുടക്കാണ്. നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട്, ബോണസും സേവന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റെയിൽവേ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവായിരുന്ന, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവായിട്ടുള്ള ഇന്ത്യൻ റെയിൽവേ ജീവനക്കാർ പണിമുടക്കിയപ്പോൾ ഈ പണിമുടക്കിനെ അതിശക്തമായിട്ട് ശക്തി ഉപയോഗിച്ചുകൊണ്ട് നേരിടാനാണ് ഇന്ദിരാ ഗവൺമെൻറ് ശ്രമിച്ചത്. ഇന്ന് തൊഴിലാളികളുടെ ആവശ്യങ്ങളെ നിരാകരിച്ച ഗവൺമെൻറ് പണിമുടക്ക് അടിച്ചമർത്തുന്നതിന് സാധ്യമായ എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചു. നേതാക്കളെ എല്ലാം അറസ്റ്റ് ചെയ്യുകയും
റെയിൽവേ ട്രാക്കുകൾ സംരക്ഷിക്കുന്നതിന് കരസേനയെ പോലും വിന്യസിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ ഈ സമരത്തെ അടിച്ചമർത്തിയപ്പോൾ ഇങ്ങനെ 20 ദിവസം നീണ്ടുനിന്ന സമരം ഇന്ത്യയുടെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയായിട്ടുള്ള റെയിൽവേ മാസങ്ങൾ സ്തംഭിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ഇത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ വഷളാക്കുന്നതിന് കാരണമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ പോയിൻറ്റ്സുകളൊക്കെയാണ്. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഇത്രയും കാരണങ്ങൾ കൊണ്ട് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശം അവസ്ഥയിലാകുമ്പോഴാണ് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് ഈ സാമ്പത്തിക സ്ഥിതി മോശമായത് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് ഒരു പ്രധാന കാരണമായിരുന്നു. രണ്ടാമത്തെ മെയിൻ ഹെഡിങ് എന്ന് പറയുന്നത് കറപ്ഷനാണ്, അഴിമതിയാണ്. ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിൽ അഴിമതി കൊടികുത്തി വാഴാൻ തുടങ്ങി. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് അഴിമതിയാണ്. 1 രൂപ ചെലവഴിക്കുമ്പോൾ 80 പൈസ അഴിമതിയിലൂടെ പുറത്തു പോവുകയാണ്, 20 പൈസ മാത്രമാണ് യഥാർത്ഥത്തിൽ ചെലവഴിക്കപ്പെടുന്നത് എന്നുള്ള ഒരു വിമർശനം ഉയർത്തിക്കൊണ്ടുവന്നത് രാജീവ് ഗാന്ധി തന്നെയായിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഇളയ പുത്രനായിട്ടുള്ള സഞ്ജയ് ഗാന്ധിക്ക് വർഷം തോറും 50,000 മാരുതി കാറുകൾ നിർമ്മിക്കാൻ ലൈസൻസ് നൽകിയത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിവാദ വിഷയമായിട്ട് ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നു. ഭരണരംഗത്തും പൊതുജീവിതത്തിലും വ്യാപകമായിട്ടുള്ള അഴിമതി ഇന്ദിരാ ഗവൺമെൻറ്റിനെ എതിരെ ജനരോഷം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് രാജ്യത്തിനകത്ത് ഉയർന്നു വന്ന രാഷ്ട്രീയ ബഹുജന പ്രക്ഷോഭങ്ങളാണ്. രാജ്യത്തിനകത്തെ സാമ്പത്തിക സ്ഥിതി മോശമായപ്പോൾ പൊതുജനാഭിപ്രായം ഇന്ദിരാഗാന്ധിക്കെതിരായി മാറുകയും ഈ അവസരത്തെ മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ പ്രതിപക്ഷ പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മാവോയിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടികൾ ഉൾപ്പെടെയുള്ള തീവ്ര ഇടതുപക്ഷ പാർട്ടികൾ എല്ലാം ഗവൺമെൻറ്റിനെതിരെ ശക്തമായിട്ടുള്ള ബഹുജന പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. ഈ പ്രക്ഷോഭങ്ങളെല്ലാം ചെന്ന് അവസാനിച്ചത് 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലാണ്. മറ്റൊന്ന് ഗുജറാത്തിലെയും ബീഹാറിലെയും ജനകീയ പ്രസ്ഥാനങ്ങളാണ് അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഗുജറാത്തിലെയും ബീഹാറിലെയും ബഹുജന പ്രക്ഷോഭങ്ങളാണ്. ഇതിലാദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗുജറാത്തിലെ ബഹുജന പ്രക്ഷോഭങ്ങളെക്കുറിച്ചാണ്, ബഹുജന പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. ഗുജറാത്തിലെ വിദ്യാർത്ഥികളാണ് ഈ ഗുജറാത്തിൽ പ്രക്ഷോഭം ആരംഭിച്ചത്. ഭക്ഷ്യധാന്യങ്ങളുടെ അതുപോലെ പാചകവാതകത്തിൻ്റെ വില കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിലക്കയറ്റത്തിനെതിരെ വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രക്ഷോഭങ്ങളാണ്. പിന്നീട് അതിൽ പ്രതിപക്ഷ പാർട്ടികൾ കൂടി ഈ പ്രക്ഷോഭത്തിൽ പങ്കുചേർന്നതോടുകൂടി ഈ സമരം ശക്തിയാർജിക്കുകയും പ്രക്ഷോഭം അക്രമാസക്തമായപ്പോൾ ലാത്തി ചാർജും വെടിവെപ്പും നിത്യസംഭവങ്ങളായി മാറിയപ്പോൾ ഗുജറാത്തിലെ അന്തരീക്ഷം കലുഷിതമാവുകയും ഗുജറാത്തിൽ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തണം എന്ന് നിയമസഭ പിരിച്ചുവിടാനും ഇന്ദിരാഗാന്ധി നിർബന്ധിതരാകുകയാണ് ചെയ്യുന്നത്. 1975 കോൺഗ്രസ് ഭരിക്കുന്ന ഗുജറാത്ത് ഗവൺമെൻറ്റിനെ തന്നെ 1975 കോൺഗ്രസ് തന്നെയാണ് ഗുജറാത്ത് ഭരിച്ചിരുന്നത്. ഈ ഗുജറാത്ത് ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ ഇന്ദിരാഗാന്ധി നിർബന്ധിതരായി എന്നുള്ളതാണ്. 1975 മാർച്ചിൽ ഗുജറാത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റിനെ ഇന്ദിരാഗാന്ധി പിരിച്ചുവിട്ടു. അതിലേറ്റവും ദാരുണമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ് ഭരിച്ചിരുന്നത്. കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി തന്നെ അവരുടെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടേണ്ട ഒരു അവസ്ഥ ഗുജറാത്തിനകത്ത് ഉയർന്നു വന്നു. കാരണം പ്രക്ഷോഭങ്ങൾ അത്രയ്ക്ക് ശക്തി ആർജിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതൊരു രാഷ്ട്രീയമായിട്ട് ഇന്ദിരാഗാന്ധി നേരിട്ടൊരു വലിയ പരാജയമായിരുന്നു. കാരണം ഈ പിരിച്ചുവിട്ടതിനെ തുടർന്ന് ഗുജറാത്ത് നിയമസഭയിലേക്ക് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മൊറാർജി ദേശായി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ ഗുജറാത്തിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയും ഇലക്ഷൻ പ്രഖ്യാപിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സമ്മർദ്ദത്തെ തുടർന്ന് അവസാനം 1975 ജൂണിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടത്തി. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കോൺഗ്രസ് പരാജയപ്പെടുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ഇതിന് സമാനമായിട്ടുള്ളൊരു പ്രക്ഷോഭം ബീഹാറിലും ഉയർന്നു വന്നു. ബീഹാറിലെ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതും വിദ്യാർത്ഥികളായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥികൾ അന്നത്തെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള സോഷ്യലിസ്റ്റ് നേതാവ് ജയപ്രകാശ് നാരായണനെ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു. സമരം അക്രമാസക്തമാവരുത് എന്ന ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും രാജ്യത്താകമാനം അദ്ദേഹം നേതൃത്വം ഏറ്റെടുത്തതോടുകൂടി സമരം ശക്തി ആർജിക്കുകയും ഗുജറാത്തിന് സമാനമായിട്ടുള്ളൊരു അന്തരീക്ഷം ബീഹാറിലും ഉയർന്നു വരികയും ചെയ്തു.
ഈ പ്രക്ഷോഭ സമയത്താണ് അദ്ദേഹം സമ്പൂർണ്ണ വിപ്ലവം, ടോട്ടൽ റവല്യൂഷൻ എന്നുള്ള ആശയം ഉയർത്തിക്കൊണ്ടുവരുന്നത്. യഥാർത്ഥ ജനാധിപത്യം രാജ്യത്തിനകത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇന്ദിരാ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുകയും സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിൽ ഉൾപ്പെടെ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള പരിവർത്തനം ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭമാണ് ജയപ്രകാശ് നാരായണൻ നടത്തിയത്. ഈ പ്രക്ഷോഭത്തെയാണ് ടോട്ടൽ റവല്യൂഷൻ അഥവാ സമ്പൂർണ്ണ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കേവലം രാഷ്ട്രീയ രംഗത്തൊരു മാറ്റം മാത്രം പോരാ, ഭരണതലത്തിൽ ഇന്ദിരാഗാന്ധി മാറി പുതിയൊരാൾ വന്നാൽ പോരാ, മറിച്ച് സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ സകല മേഖലകളിലും വലിയ മാറ്റം ഉണ്ടാവണം എന്നുള്ള ആശയത്തെയാണ് സമ്പൂർണ്ണ വിപ്ലവം എന്ന് പറയുന്നത്. എന്നാൽ ഗുജറാത്തിനെ പോലെ ഈ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടണമെന്ന് പ്രക്ഷോഭകർ ആവശ്യപ്പെട്ടെങ്കിലും ഗുജറാത്തിൽ സംഭവിച്ച പോലെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ ഇന്ദിരാഗാന്ധി തയ്യാറായില്ല. സമരം നിർത്താൻ പ്രക്ഷോഭകാരികളും തയ്യാറായില്ല. ഇത് ഗുജറാത്തിലെ അന്തരീക്ഷത്തെ സംഘർഷകലുഷിതമാക്കി എന്നുള്ളതാണ്. ഈ JP പ്രക്ഷോഭം അല്ലെങ്കിൽ ബീഹാർ പ്രക്ഷോഭം പിന്നീട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയും ഇന്ദിരാഗാന്ധിക്കെതിരെ ജയപ്രകാശ് നാരായണൻ രാജ്യമാകമാനം നടന്ന് സഞ്ചരിച്ചുകൊണ്ട് ജനവികാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിൻ്റെ ഏകാധിപത്യ ഭരണ സംവിധാനങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നയിക്കുകയും ചെയ്തു. ഈ ജയപ്രകാശ് നാരായണൻ്റെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് കോൺഗ്രസ് ഇതര പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം പിന്തുണ ലഭിക്കുകയുണ്ടായി. ഭാരതീയ ജനസംഘം, സംഘടനാ കോൺഗ്രസ്, അതുപോലെ തന്നെ ഭാരതീയ ലോക്ദൾ, സോഷ്യലിസ്റ്റ് പാർട്ടി തുടങ്ങിയ പാർട്ടികളെല്ലാം ജയപ്രകാശ് നാരായണൻ്റെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുകയും ഇത് ഇന്ദിരാഗാന്ധിക്ക് എതിരായിട്ടുള്ളൊരു വലിയ നേതാവായിട്ട് ജയപ്രകാശ് നാരായണൻ ഉയർന്നു വരികയും ചെയ്തു. ഈ അന്തരീക്ഷം എല്ലാം ഇന്ദിരാഗാന്ധിക്ക് എതിരായി മാറിയപ്പോൾ ഇതിനെ മറികടക്കാനുള്ള ഒരു ഒറ്റമൂലി എന്ന രീതിയിലാണ് ഇന്ദിരാഗാന്ധി 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഗുജറാത്തിലും ബീഹാറിലും ഉയർന്നു വന്ന ഈ ജനകീയ പ്രക്ഷോഭങ്ങളും പ്രസ്ഥാനങ്ങളുമാണ് ഇന്ദിരാഗാന്ധി 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് നയിച്ചൊരു പ്രധാന കാരണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഹെഡിങ് എന്ന് പറയുന്നത് നീതിന്യായ വകുപ്പുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ്, കൺഫ്ലിക്റ്റ് വിത്ത് ജുഡീഷ്യറി. നീതിന്യായ വകുപ്പുമായിട്ട് ഇന്ദിരാഗാന്ധിക്കുണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലിന് ഒരു പ്രധാനപ്പെട്ട കാരണം മൗലികാവകാശവും മാർഗനിർദ്ദേശവും തമ്മിലുള്ള ഒരു പ്രശ്നമായിരുന്നു. മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി മൗലികാവകാശങ്ങൾ ചുരുക്കാൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ടോ എന്നുള്ളതായിരുന്നു. അധികാരമുണ്ടെന്ന് ഗവൺമെൻറ്റും മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ പാർലമെൻറ്റിന് അധികാരമില്ല എന്ന് കോടതിയും ഈ കാലങ്ങളിൽ പ്രസ്താവിച്ചു. ഇപ്പോൾ കോടതിയുടെ ഉത്തരവുകളെ മറികടക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് വീണ്ടും നിയമനിർമ്മാണങ്ങൾ നടത്തുകയും മൗലികാവകാശങ്ങളിൽ ഭേദഗതി ചെയ്യാൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ട്, പാർലമെൻറ്റിന് അധികാരമുണ്ട് എന്നുള്ള രീതിയിൽ ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവരികയും ചെയ്തു. ഈ കൊണ്ടുവന്ന ഭേദഗതികളെയെല്ലാം കോടതി ഇടപെട്ട് അസാധുവാക്കുകയും ചെയ്തു. ഇങ്ങനെ കോടതിയും ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലുകൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ശക്തമായിട്ടുണ്ടായിരുന്നു. പ്രധാന തർക്ക വിഷയങ്ങൾ ഇതായിരുന്നു. ഒന്ന്, മൗലികാവകാശങ്ങൾ ചുരുക്കാൻ പാർലമെൻറ്റിന് കഴിയുമോ? രണ്ടാമത്തേത്, ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്താവകാശം ഇല്ലാതാക്കാൻ കഴിയുമോ? മൂന്നാമത്തേത്, മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മൗലികാവകാശങ്ങളിലെ ഒന്നിനെ ഇല്ലാതാക്കാൻ കഴിയുമോ? ഇത് സാധിക്കും, ഇതിനുള്ള അധികാരം പാർലമെൻറ്റിനുണ്ട് എന്ന് പാർലമെൻറ്റും ഇല്ല എന്ന് കോടതിയും പ്രസ്താവിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട തർക്കം എന്ന് പറയുന്നത്. ഇനി അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് നയിച്ച പെട്ടെന്നുള്ള ഒരു കാരണം നമ്മൾ പരാമർശിക്കുന്നത് അലഹാബാദ് ഹൈക്കോടതി വിധിയും അതുപോലെ തന്നെ ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് ഫലവും പ്രതിപക്ഷ പ്രസ്ഥാനവുമായിരുന്നു. 1975 ജൂൺ 12 ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ട് അലഹാബാദ് ഹൈക്കോടതിയുടെ വിധി വന്നു. ഇന്ദിരാഗാന്ധി വിജയിച്ചത് അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് എന്നുള്ള ഇന്ദിരാഗാന്ധിയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന രാജ്നാരായണ സ്വാമിയുടെ വാദത്തെ കോടതി അംഗീകരിക്കുകയും ഇന്ദിരാഗാന്ധിയെ അയോഗ്യയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടുകൂടി പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഒരു MP പോലും അല്ലാതായി മാറുന്ന അവസ്ഥ വന്നു. ഇതിനെ മറികടക്കാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെയാണ് ഇന്ദിരാഗാന്ധി ഇതിനെ മാർഗമായിട്ട് കണ്ടത്. ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവായി പ്രഖ്യാപിക്കുകയും 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇന്ദിരാഗാന്ധിയെ വിലക്കുകയും ചെയ്തു കോടതി. ഇത് ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിന് വലിയ നീൽ വീഴ്ത്തുകയും
ഇന്ദിരാഗാന്ധിക്ക് ഒരു MP പോലും ആയി തുടരാൻ അർഹതയില്ല എന്നുള്ള അവസ്ഥ വരികയും ചെയ്തു. ഇതിനെ മറികടക്കാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ ഉപയോഗിക്കുകയാണ് ഇന്ദിരാഗാന്ധി ചെയ്തത്. ഇതുപോലെ തന്നെ ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം, ഗുജറാത്ത് പ്രക്ഷോഭത്തെ തുടർന്ന് ഗുജറാത്തിൽ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുകയും അവിടെ പുതിയ ഇലക്ഷൻ നടത്തുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നത് ജൂൺ 13-നാണ്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു, പ്രതിപക്ഷ പാർട്ടികൾ അധികാരത്തിൽ വരികയും ചെയ്തു. ഇത് ഇന്ദിരാഗാന്ധിക്ക് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായിരുന്നു. സമാനമായ ഈ രാഷ്ട്രീയ അന്തരീക്ഷങ്ങളെല്ലാം പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ ശക്തി ആർജിക്കുന്നതിന് കാരണമായി. ഇന്ദിരാഗാന്ധിക്ക് എതിരായിട്ട് രാജ്യത്തിനകത്തെ സമസ്ത മേഖലകളും ഇന്ദിരാഗാന്ധിക്ക് എതിരായി മാറുകയും ഈ സമയത്ത് പ്രതിപക്ഷം അവരുടെ പ്രക്ഷോഭങ്ങൾ ശക്തി ആർജിക്കുകയും ചെയ്തു. പ്രതിപക്ഷ പ്രസ്ഥാനമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് നയിച്ച ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. 1975 ജൂൺ 25-ന് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ ഒരു വലിയ പ്രതിപക്ഷ റാലി സംഘടിപ്പിച്ചു. ഈ റാലിയിൽ വെച്ച് ജയപ്രകാശ് നാരായണൻ ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ജൂൺ 29-ന് ഇന്ദിരാഗാന്ധിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ചേർന്ന് ഒരു അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇന്ദിരാഗാന്ധി രാജിവെക്കുന്നത് വരെ ഈ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചു. എല്ലാ അന്തരീക്ഷവും ഇന്ദിരാഗാന്ധിക്ക് എതിരായി മാറിയപ്പോൾ ഈ പ്രക്ഷോഭം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് 25-ന് ഈ പ്രഖ്യാപനം വന്നപ്പോൾ 25-ന് രാത്രി തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് 1975 ജൂൺ 25 അർദ്ധരാത്രിയിൽ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 വകുപ്പിലെ പ്രകാരം അതിൽ 2 വ്യവസ്ഥകളുണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തേത് ആഭ്യന്തര തർക്കങ്ങൾ മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം എന്ന വകുപ്പിനെ ഇന്ദിരാഗാന്ധി ഉപയോഗിക്കുകയും അല്ലെങ്കിൽ ദുരുപയോഗിക്കുകയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായിട്ട് ഈ പ്രതിസന്ധികളെ മറികടക്കുന്നതിന് വേണ്ടി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത്രയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് നയിച്ച പ്രധാന സംഭവവികാസങ്ങൾ എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു എസ്സേ ആണ്. വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധിച്ച് ടെക്സ്റ്റ് വായിച്ച് ഈ പാഠഭാഗങ്ങൾ കേട്ട് കൃത്യമായിട്ട് നോട്ട് തയ്യാറാക്കണം. അപ്പോൾ അടുത്ത പാഠഭാഗവുമായി വരുന്നവരേക്കും നമസ്കാരം.